ഹലോ. അപ്പം ഇന്ന് നമുക്കൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ കണ്ടാലോ? ഹേയ്, ഇതൊക്കെ നല്ല കഴിവുള്ളവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. എന്നായാലും കണ്ടോളൂ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള 2 സെറ്റായിരുന്നു കേട്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇങ്ങനെ ഉണർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിക്കൂടാ? സംഭവം ഇതിൻ്റെ സെറ്റ് എനിക്കറിയില്ലായിരുന്നു. ഇതിനൊക്കെ കുറേ കൊത്തറങ്ങുള്ളി പണിയുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതാണ് ഇതുകൊണ്ട് ഈ ചെറിയ സാധനം. അതായത് ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഗ്രീനും വൈറ്റും തീം എടുത്തു. പണി പാളിയത് എവിടെ നിന്നെന്ന് വെച്ചാലോ, ഞാൻ വലിയ കാര്യത്തിൽ ഗിയർ വയറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒപ്പം കട്ട് ചെയ്ത് അതിനുള്ള കൊത്തറമണികളൊക്കെ ഒപ്പിച്ച്. പക്ഷേ നമ്മൾ എടുക്കുന്ന നീളം എത്രയാണെന്ന് നമ്മുടെ മൈൻഡിലൊരിതുണ്ടായിരിക്കണം. ഇത് ഒന്നും അറിയാണ്ട് ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കാൻ പോയത് എങ്ങനെ ഇരിക്കും. ഇത് ഞാൻ ആദ്യത്തെ സെറ്റ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. വലിയ കാര്യത്തിൽ വയറൊക്കെ എടുത്തിട്ട് ചുറ്റി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിന്നു. അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോഴാണ് വയറ് തീർന്നു പോയ ഉണ്ടാക്കുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. വേറെ നിവൃത്തിയില്ല. ചെയ്തതൊക്കെ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ നോക്കിയപ്പോൾ അതും എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് ആദ്യം മുതൽ ഒന്നേന്ന് പറഞ്ഞു തുടങ്ങി. ഇതെന്തായാലും ആദ്യത്തെ തന്നെയാണ് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ തന്നെ 2 പിള്ളേരുണ്ടായിരുന്നു. പനി വന്നാൽ പിന്നെ ഒരുത്തന് വന്നാൽ മറ്റൊരുത്തന് വരും. അത് ഒരു സ്വഭാവമാണല്ലോ. അങ്ങനെ 2 എണ്ണം വീട്ടിലുണ്ടായിരുന്നു. അവരുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കുള്ളൊരു ഫാക്ടറാണ്. പക്ഷെ അവർക്കത് കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഒരു സൈഡിൽ അവരെന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു, ഒരു സൈഡിൽ മുത്തുമണികൾ ചാടിപ്പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവന്മാർ വേറെ പണിയിലൊന്നും ഇരിക്കില്ല. അതുകൊണ്ട് അവന്മാർ ഞാൻ പറക്ക് അമ്മേനെ പറക്ക് സഹായിക്കുക നോക്കും. കൊറോണ അവരുടെ പോക്കറ്റിലും പോയി, കൊറോണം എനിക്കും കിട്ടി. അങ്ങനെ ഒരു വിധത്തിൽ ഇത് നമ്മുടെ 2ാമത്തെ സെറ്റ് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം കുറച്ച് എക്സ്പെർട്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ വേണമെങ്കിൽ ധൈര്യമായി എന്നെ വിശ്വസിച്ച് തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലും പാറ്റേൺസിലും ഒക്കെ നമ്മൾ ചെയ്ത് തരും. ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ വരാൻ പോകുന്നത്. അപ്പം വെറൈറ്റി സാധനങ്ങൾ പിടിക്കുന്ന ഈ സാൻഡാസൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രിസ്റ്റൽ കൊണ്ടൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇത് ഫസ്റ്റത്തെ ഇതുപോലത്തെ കുറേ വീഡിയോസ് എൻ്റെ ഡ്രാഫ്റ്റിൽ കയറി കിടക്കുന്നുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന സമയത്ത് കുറച്ചായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രിസ്മസ് ആയ കാരണം നമ്മൾ കുറേ ക്രോച്ചറ്റിൻ്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. പിന്നെ റേറ്റിൻ്റെ ക്രോച്ചറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ അവേഴ്സും നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ടൈം അനുസരിച്ചായിരിക്കും വരിക. അതായത് ക്രോച്ചറ്റിൻ്റെ സാധനങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ചേച്ചി അതെന്താ അത്ര റേറ്റ്, കുറച്ച് തരുമോ അങ്ങനെയെന്ന് ചോദിച്ചാൽ ആരും വരണ്ട. നമ്മൾ മാക്സിമം സാധാരണ ഇൻസ്റ്റ പേജിനൊക്കെ അപേക്ഷിച്ച് അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ ക്രോച്ചറ്റിൻ്റെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ തലയിലൊന്ന് വെച്ച് നോക്കണം. ഞാൻ കുളി കഴിഞ്ഞിട്ടുള്ള എൻ്റെ കോലമായിരുന്നു. അതുകൊണ്ട് പേളിയുടെ പോലത്തെ മുടിയായിരുന്നു. ഒരുവിധം റിലാക്സിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ലെവലിൽ വെച്ചത്. എന്നാലും എനിക്കെൻ്റെ ചുരുണ്ട മുടി ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് എൻ്റെ ഹെയർ ഓയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാത്തടാ. എൻ്റെ മുടി റിലാക്സ് ചെയ്തിട്ട് ആകെ പോയി കിടക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ മുടി കിട്ടി.